വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയ 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്നതാണ് ഈ ഒരു വീട്. ഈ വീട്ടിൽ ഡോറുകളെല്ലാം തന്നെ സ്റ്റീൽ ഡോറിലാണ് വരുന്നത്. വിൻഡോകളെല്ലാം തന്നെ UPVCയുടെയാണ് വന്നിരിക്കുന്നത്. ഇന്റേണൽ ഡോറുകളെല്ലാം തന്നെ സ്കിൻ ഡോറിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്ററും, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും, മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററും, ഫോറം മോളിലേക്ക് 5 കിലോമീറ്ററും, കാക്കനാടേക്ക് 12 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 19 കിലോമീറ്ററും, നാഷണൽ ഹൈവേയിലേക്കും കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലേക്കും 1.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഇൻഡിപെൻഡന്റ് വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്ക്വയർ ടോപ്പ് ഡിസൈനും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 4.5 മീറ്ററിലധികമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള ഡിസൈനിലാണ് വരുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുഭാഗത്തേക്കും സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകിയ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു SUV കാർ പാർക്കിംഗ് സ്പേസ് കൂടി നമുക്ക് ലഭിക്കുന്നത്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. കടപ്പാ കല്ലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പും ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. ഈ സൈഡിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീന്റെ ഒരു പോയിന്റും ലഭിക്കുന്നുണ്ട്. വീടിന്റെ 4 സൈഡും അത്യാവശ്യ സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായിട്ട് ബോർവെല്ലും KW വാട്ടർ കണക്ഷനുമാണ് ഉള്ളത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഒരു സിറ്റ് ഔട്ടിന് 4 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനും ഉള്ള സ്പേസ് വരുന്നുണ്ട്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും UPVC വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ആറ്റംബർഗിന്റെ ഒരു സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ലൂവയുടെ ഡിസൈനിലുള്ള പാനലിങ്ങും സ്റ്റോറേജും ഡക്കർ സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയയും വന്നിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ലൂവയുടെ ഡിസൈനിലുള്ള പാനലിങ്ങും ഭംഗിയുള്ള മിററും സ്റ്റോറേജും ഒക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ചെറിയൊരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നീട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ഡൈനിങ്ങിലേക്കാണ്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് ഒരു UPVC വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു ആറ്റംബർഗിന്റെ സീലിംഗ് ഫാനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ ഹൈഫൈയുടെ സ്വിച്ചസും വീഗാന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ മുറികളിലും ആറ്റംബർഗിന്റെ സീലിംഗ് ഫാൻസും ട്യൂബ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിംഗിനായിട്ട് ഗ്ലോസി പാറ്റേൺ ഉള്ള ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ലഭിക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിംഗിൽ ഡക്കർ സ്പേസ്, സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ മുകളിലായിട്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. UPVC വിൻഡോകളാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ സീലിംഗ് ഫാൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്.
വെസ്റ്റിലേക്ക് ഒരു UPVC വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ അത്യാവശ്യം സ്പോട്ട് ലൈറ്റും ഒരു സീലിംഗ് ഫാനും മാത്രമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റിന് പകരം ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്തിലേക്ക് ഒരു UPVC വിൻഡോ വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈസ്റ്റിലേക്ക് ഒരു UPVC വിൻഡോ വരുന്നുണ്ട്. ഇത് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ 2ഉം 3ഉം ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ ഫൈബർ ഡോറിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും UPVC വിൻഡോകൾ നൽകിയിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ഫൈബർ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11.5 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു വിൻഡോയും അതുപോലെ തന്നെ ഒരു ഡോറും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിനും ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്കും സൗത്തിലേക്കും UPVC വിൻഡോകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങാനായിട്ട് ഡോറും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെയും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ സ്പേഷ്യസ് ആയ വീടിന് ചോദിക്കുന്നത് 92 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.